ആതിരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൂന്നാമത് പരാതി വന്നപ്പോൾ അതിനകത്തും ഫെനി നൈനാന്റെ പേര് സജീവമായി തന്നെ കേൾക്കുന്നുണ്ട്. സജീവമായി അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നുമുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു പരാതിയിൽ പെൺകുട്ടി പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യം പറയുമ്പോൾ അപ്പോഴും അതിനെ സ്നേഹത്തോടു കൂടി അല്ലെങ്കിൽ അത്രത്തോളം എതിർപ്പ് കാണിക്കാതെ റിയലി എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു മെസ്സേജോട് കൂടി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഫെനി നൈനാനോട് താനുമായുള്ള ബന്ധം പെൺകുട്ടി പറഞ്ഞു എന്ന് അറിഞ്ഞതിന് ശേഷം അപ്പോൾ ഒരു പൊട്ടിത്തെറിയായിരുന്നു യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ഭാഗത്തുനിന്നുണ്ടായത്. പിന്നീട് പച്ചത്തെറി വിളിക്കുകയും തന്റെ ഈ കുഞ്ഞ് തന്റേതല്ല, നീ വേറെ ആരുടെയോ കൂടെ പോയിട്ട് നിനക്ക് കുഞ്ഞുണ്ടായിട്ട് വല്ലവന്റെയും കുഞ്ഞിനെ എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അത്രയും മോശമായ രീതിയിലാണ് രാഹുലിന്റെ പ്രതികരണം എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും ഫെനി നൈനാനോട് ഇതെല്ലാം പറഞ്ഞു എന്ന് അറിഞ്ഞതിന് ശേഷം ഇങ്ങനെയൊരു സ്വഭാവത്തിൽ ഇത്രയും വലിയൊരു മാറ്റം വരാൻ കാരണം? നമുക്കൊന്ന് ചിന്തിച്ചുകൂടെ ഹർഷേ, ഫെനി നൈനാൻ ഓൾറെഡി ഇതൊക്കെ അറിയാവുന്ന കാര്യം തന്നെ. അതെ, അത് തന്നെയാണ് ഈ സംശയത്തിന് വഴിവെക്കുന്നതും. കാരണം ഫെനി നൈനാൻ ഇതിന് മുമ്പുള്ള കേസുകൾ. ഫെനി നൈനാൻ നല്ലൊരു നടനാണ്. രാഹുലിനോടൊപ്പം അതുകൊണ്ടായിരിക്കും രാഹുലിനോട് ഇത്ര അധികം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, ഇനിയിപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഫെനി നൈനാൻ ആരൊക്കെയായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ള വാർത്തകൾ ഇനി പുറത്തു വരുമോ എന്നുള്ളത് ഇവര് ഒരുമിച്ചുള്ള അല്ലെങ്കിൽ ഈ ഇരു സുഹൃത്തുക്കളുടെയും ഒരു ഹണി ട്രാപ്പിൽ പെട്ടുപോയതാണ് യുവതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇയാളോട് ഈ ഫെനി നൈനാനോട് യുവതി സൗഹൃദം സ്ഥാപിക്കുന്നത് തന്നെ രാഹുൽ ഒഴിവാക്കുകയാണോ, അല്ലെങ്കിൽ ആ ഒരു സംശയം നിർലിഖിച്ചത് കൊണ്ടാണ് സൗഹൃദം ഉണ്ടാക്കുന്നത്. അതിനുശേഷം പതുക്കെ ഇവർ ചോദിക്കുന്നുണ്ട് തന്റെ കാര്യങ്ങളൊക്കെ. ഇയാളെ ഓക്കെ ആണ്, അല്ലെങ്കിൽ ഇയാളോട് സൗഹൃദം സ്ഥാപിച്ച് പതുക്കെയാണ് രാഹുലുമായിട്ടുള്ള തന്റെ ബന്ധം ഈ സ്ത്രീ പങ്കുവെക്കുന്നത്. എനിക്ക് ഉറപ്പാണ് ഈ പറയുന്ന രീതിയിൽ ഈ സ്ത്രീയെ രാഹുലുമായിട്ടുള്ള മുൻ ബന്ധങ്ങളൊക്കെ ഫെനി നൈനാൻ അറിയാം. ആദ്യമായി കേൾക്കുന്ന പോലെ അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ പ്രതികരിക്കുന്നു. അതിനുശേഷം രാഹുൽ എന്തായാലും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഫെനി നൈനാൻ പോയി പറയാതിരിക്കുമോ ഇവരിങ്ങനെ പറഞ്ഞു എന്നുള്ളതൊക്കെ. ഇതെല്ലാം കഴിഞ്ഞ് വളരെ സ്വീറ്റ് ആയിട്ട് രാഹുൽ ഈ സ്ത്രീയോട് പെരുമാറുന്നു. എല്ലാം കഴിയുന്നു. നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ കാണാമെന്ന് പറയുന്ന ഐഡിയ പോലും ഫെനി നൈനാന്റേതായിരുന്നു എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ പറയുന്ന എല്ലാ പെൺകുട്ടികളെയും ഒരുപോലെ വെറുപ്പിച്ചാൽ ചിലപ്പോൾ നാളെ നിനക്ക് തിരിച്ചടിയാകുമെന്നുള്ള ഒരു ഉപദേശം ഫെനി നൈനാന്റെ ഭാഗത്തു നിന്ന് രാഹുലിന് തീർച്ചയായിട്ടും ലഭിച്ചിട്ടുണ്ടാകും. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം പോലും കുറച്ചുകൂടി മര്യാദയെ ബാക്കിയുള്ള മറ്റു പെൺകുട്ടികളോടുള്ളതിനേക്കാൾ കുറച്ചുകൂടി മയത്തിലായിരുന്നു ഈ പറയുന്ന പെൺകുട്ടിയോട് പെരുമാറിയിട്ടുള്ളത്. അതൊരു പക്ഷേ ഈ പറയുന്ന സാമ്പത്തിക ചൂഷണം അതിന്റെ ഒരു പ്രധാന കാരണമായിരിക്കാം. പണമുള്ള പെണ്ണാണ്, അല്ലെങ്കിൽ ഒരുപാട് പൈസയുള്ള ഒരു സ്ത്രീയാണ്, അല്ലെങ്കിൽ യുവതിയാണ്. അപ്പോ നീ ചോദിച്ചാൽ നിനക്ക് പണം കിട്ടും, അതുകൊണ്ട് നീ പെട്ടെന്നൊന്നും വെറുപ്പിക്കണ്ട എന്ന് രാഹുലിനോട് ഫെനി നൈനാൻ ചിലപ്പോൾ പറഞ്ഞു കാണണം. അതെ, ഒരു പൊന്മുട്ടയിടുന്ന താറാവിനെ പോലെയാണ് ഈ മൂന്നാമത്തെ കേസിൽ ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ സ്ത്രീയെ രാഹുൽ മാങ്കൂട്ടം കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് അങ്ങോട്ട് വെറുപ്പിക്കണ്ട എന്ന് വെച്ചത്. അതേപോലെ തന്നെ കുറച്ചൊരു കാലയളവെടുത്ത് തനിക്ക് ആവശ്യമുള്ളതെല്ലാം പതുക്കെ സ്നേഹം നടിച്ച് കൈപ്പറ്റി. കാരണം ഒരു ഗ്യാപ്പിന് ശേഷം ആ മനുഷ്യൻ എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല, ബ്ലോക്ക് ചെയ്തിട്ട് പോകുന്നു. പിന്നെ വീണ്ടും ഒരു സുപ്രഭാതത്തിൽ താൻ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് കാലങ്ങൾ കഴിഞ്ഞിട്ടുള്ള സെക്സ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു, ഗർഭത്തെ പറ്റി സംസാരിക്കുന്നു. ആ സമയത്തൊന്നും തന്റേതല്ല ഗർഭമൊന്നും അയാൾ പറയുന്നില്ല. അതെ, അതിന് കാരണവും ഈ പറയുന്ന എന്തൊക്കെയോ കുരുട്ടു ബുദ്ധികൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് ഈ പെൺകുട്ടി പിന്നീട് ഫെനി നൈനാനോട് രാഹുലിന്റെ മാനസികാവസ്ഥ എങ്ങനെയാണ്, രാഹുലിന് മറ്റു പെൺകുട്ടികളുമായി ബന്ധമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കൃത്യമായി ഫെനി നൈനാൻ പറയുന്നുണ്ട്, നീ അല്ലാതെ മറ്റാരും രാഹുലിന്റെ മനസ്സിലില്ല എന്നുള്ളത്. അന്ന് ആലോചിക്കണം, ഈ പറയുന്ന മറ്റു രണ്ട് പെൺകുട്ടികളോടും ഫെനി നൈനാൻ ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കണം പറഞ്ഞിട്ടുണ്ടാവുക. ഉറപ്പായിട്ട് ഈ ഗുളിക അബോർഷൻ ആദ്യത്തെ കേസിൽ ഗുളിക എത്തിച്ചു കൊടുക്കുന്ന ഇയാളാണെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കേസിൽ ഇയാളാണ് മറ്റേ ഒരു റൂമിലേക്ക് ആ പെൺകുട്ടി എത്തിച്ചു കൊടുക്കുന്നത്. ഈ സമയത്തൊക്കെ ഫെനി നൈനാൻ പറയുന്നത് നീ അല്ലാതെ മറ്റൊരാൾ രാഹുലിന്റെ മനസ്സിലില്ല, രാഹുലിന് ഒരുപാട് ഫാൻസ്. ഇവിടെ അതിനോടൊപ്പം പരാതിയിൽ ഏറ്റവും കൂടുതൽ അതായത് നമുക്ക് പറയുമ്പോൾ അത് തമാശയാണെങ്കിലും ഒരു പെൺകുട്ടിയുടെ മനസ്സിനെ എത്രത്തോളം അത് ബാധിക്കുമെന്നുള്ളത് ഞാനാണെങ്കിലും ആതിരയാണെങ്കിലും പെൺകുട്ടികളാണ്, നമുക്കൊക്കെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ മതി, ചെറിയ ചെറിയ കാര്യങ്ങൾ മതി ഒരുപാട് ഹാപ്പി ആവാൻ. അപ്പോൾ ഇതിൽ ഈ പറയുന്ന രണ്ടാം സമ്മാനം, ഈ ഒരു മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലക്കി ഡ്രോയുമായി ബന്ധപ്പെട്ട് രണ്ടാം സമ്മാനം ലഭിച്ചത് നിനക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന മൂന്നാമത്തെ അതിജീവിതയോട് പറയുകയും ഈ ഒരു സമ്മാനം അനൗൺസ് ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അത് പറഞ്ഞപ്പോൾ താങ്കളുടെ പേര് പറഞ്ഞപ്പോൾ രാഹുലിന്റെ മുഖത്ത് ബ്ലഷ് വന്നു എന്ന് പറയുമ്പോൾ രാഹുലിന്റെ ബ്ലഷ് നമ്മൾ പല സ്ഥലങ്ങളിലുമായിട്ട് ഇപ്പൊ കാണുന്നത്. രാഹുലിന്റെ ബ്ലഷ് കുറച്ച് കൂടുതലാണോ എന്നാണ് ഇപ്പോ സംശയിക്കേണ്ടിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ രാഹുലിന് ചിലപ്പോൾ ജന്മന ആ ഒരു ബ്ലഷ് ഉണ്ടായതായിരിക്കും. കാരണം ഒരുപാട് പെൺകുട്ടികളോട് ഈ ഒരു കാര്യം ഇത്തരത്തിലൊരു സമീപനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കാനഡയിലൊക്കെ നിൽക്കുന്ന അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള ഒരു പെൺകുട്ടി മെസ്സേജ് കൊണ്ട് മാത്രം രാഹുലുമായുള്ള കാര്യങ്ങൾ അറിയുന്ന, ബാക്കി എല്ലാ അപ്ഡേഷൻസും വാർത്തകളിലൂടെ മാത്രം അറിയുന്ന ഈ ഒരു പെൺകുട്ടിയുടെ മനസ്സിൽ ആ ഒരു സന്തോഷം, ആ ഒരു വാക്ക് നൽകിയ സന്തോഷം ചെറുതല്ലായിരിക്കണം. അതിനോടൊപ്പം തന്നെ ഭർത്താവുമായി പ്രശ്നം ഉണ്ടായിരുന്നിട്ടും രാഹുലിനോടുള്ള ബന്ധം കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു
ഉറപ്പുകൊണ്ട് പ്രശ്നം കൂടുതൽ വഷളായിട്ടേ ഉണ്ടാവുകയുള്ളൂ. ഒരിക്കലും അവിടെ അത് സോൾവ് ആവുന്ന സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ടാവില്ല. എന്നിട്ട് പോലും ഫെനീന ഹൈനാനെ പോലെയുള്ള ഒരു ജനപ്രതിനിധിയാകാൻ ആഗ്രഹിക്കുന്ന, നേതാവാകാൻ ആഗ്രഹിക്കുന്ന, ജനങ്ങൾക്കിടയിൽ അത്രത്തോളം സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തി, ഒരു രാഷ്ട്രീയക്കാരൻ ഇത്രയും ക്രൂരമായ മനസ്സിനുടമയാണ് എന്നറിയുമ്പോൾ നമുക്കൊക്കെ അംഗീകരിക്കാൻ സാധിക്കുന്ന ആളല്ലേ. രാഹുലിന്റെ സ്വഭാവം നമ്മളിപ്പോ പല കേസുകളായി കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു രാഹുലിന് ഒരു സിലബസ് ആകണം. സെക്സ് എഡ്യൂക്കേഷൻ ഇയാളെ വെച്ചിട്ട് വേണം നമ്മൾ പഠിപ്പിക്കാൻ. അതെ, കൃത്യമായി ഒരു സെക്സ് എഡ്യൂക്കേഷന്റെ കുറവ് മൂലം ഒരു വ്യക്തി എങ്ങനെ സൈക്കോപാത്തിലേക്ക് കടക്കും, അയാളുടെ മാനസിക വൈകൃതങ്ങൾ എങ്ങനെയായിരിക്കും, ഇതൊക്കെ ഇയാളെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഉദാഹരണപരമായി പറയാൻ പറ്റും. അതേപോലെ തന്നെ ഗർഭം വേണം എന്ന് നിർബന്ധിച്ചിട്ട് ഒരു സമയം എത്തുമ്പോൾ, കാരണം ഇയാള് ഒരുപാട് ആളുകളുടെ കൂടെ ഈ കിടപ്പുറ പങ്കിടുന്നത് കൊണ്ടായിരിക്കാം ഇയാള് എല്ലാവരെയും ആ രീതിയിലാണ് കാണുന്നത്. രാഹുൽ മാങ്കൂട്ടം ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, ഈ പെൺകുട്ടിയോടും അതേ രീതി തന്നെയാണ് ഇയാൾ പറയുന്നത്. നീ വേറെ ആരുടെയെങ്കിലും കൂടെ പോയി കടന്നിട്ടുണ്ടായ ഗർഭമാണ് ഇതെന്നുള്ള രീതിയിലാണ്. കാരണം താൻ ചെയ്യുന്ന തെറ്റുകൾ ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട്, നീ തെറ്റ് ചെയ്യുമ്പോൾ നിന്റെ മുന്നിൽ കാണുന്ന എല്ലാവരും അതേ തെറ്റുകാരാണെന്ന് നീ ചിന്തിക്കുമെന്നുള്ളത്. അതിപ്പോൾ ഞാനാണെങ്കിലും ആതിരയാണെങ്കിലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യുന്ന തെറ്റ് ഇത്തരത്തിൽ ഒന്നിലധികം സ്ത്രീകളുമായി പരസ്ത്രീ ബന്ധത്തിലൂടെ ഏർപ്പെട്ടു പോകുന്നത്. ഒരാളോ രണ്ടാളോ അല്ല, ഒരേ സമയം 4, 5, 6. ഇനി കണക്കുകൾ പുറത്തു വരാനാണെങ്കിൽ എണ്ണിയാൽ ഒടുങ്ങാത്തത് എന്ന് പറയേണ്ടി വരും. അപ്പോൾ അതുപോലെയാണ് എല്ലാവരും, എല്ലാ പെൺകുട്ടികളും അതുപോലെയാണ്, എല്ലാ പുരുഷന്മാരും അതുപോലെയാണ് എന്നുള്ള ചിന്താഗതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ടാണ് ഈ പറയുന്ന 3ാമത്തെ അതിജീവിതയോടും 2ാമത്തെ അതിജീവിതയോടും 1ാമത്തെ അതിജീവിതയോടും ഇതേ കാര്യം പറഞ്ഞത്. മറ്റൊരാളുമായി പോയി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ മറ്റൊരാളുമായി കുഞ്ഞുണ്ടായതിനു ശേഷം നീ എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വരുത്തി തീർക്കുന്ന ഒരു രീതി. ഈ പറയുന്ന സ്ത്രീകളെല്ലാം തന്നെയും പ്രസവിച്ചിരുന്നുവെങ്കിൽ, ഈ പറയുന്ന സ്ത്രീകൾക്ക് എല്ലാവർക്കും കുട്ടികളുണ്ടായിരുന്നുവെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരെങ്ങനെ ഷെയർ ചെയ്യുമായിരുന്നു? നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ വളരെ കൗതുകം തോന്നുന്നു. ആലോചിച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളൊന്നും ഈ ഭൂമിയിലേക്ക് വരാതിരുന്നത് നന്നായെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി, വർഷങ്ങളായിട്ട് പിന്നെ അവരുടെ ലൈഫ് ടൈം പീരീഡില് അവർ ഈ പറയുന്ന വിഴുപ്പിനെ ചുമക്കേണ്ടി വന്നേനെ. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇത്ര മോശമായിട്ടുള്ള ഒരു പിതാവ് കാരണം ഈ ലോകത്തേക്ക് വന്ന് വീണ്ടും ആ കുഞ്ഞുങ്ങളൂടെ സ്ലട്ട് ഷെയിം ചെയ്ത് ജീവിക്കേണ്ടി വന്നേനെ. അങ്ങനെ ഒന്ന് ആലോചിക്കുമ്പോൾ ഈ പറയുന്ന കേസുകളിലൊക്കെ ആ കുഞ്ഞുങ്ങൾ ഈ ലോകത്തേക്ക് വരാതിരുന്നത് നന്നായി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നമ്മള് കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് മുൻപുള്ള ചരിത്രങ്ങളിലൊക്കെ ഇത്തരത്തിൽ ജന്മിമാരൊക്കെ തന്റെ അധികാരം ഉപയോഗിച്ച് ഈ പറയുന്ന താഴേക്കിടയിൽ നിന്നിരുന്ന ആ ഒരു സമയത്ത് സ്ത്രീകൾ, അല്ലെങ്കിൽ തോഴിമാരായിരുന്ന സ്ത്രീകളിൽ ഗർഭമുണ്ടാക്കുകയും പിന്നീട് അച്ഛനില്ലാതെ വളരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അല്ലെങ്കിൽ വീട്ടിൽ ജോലിക്കായി വരുന്ന സ്ത്രീയിൽ നിന്നും സ്ത്രീ ഗർഭിണിയാകുന്നു, മുതലാളിയിൽ നിന്ന് ഗർഭിണിയാകുന്നു, അല്ലെങ്കിൽ ജന്മിയിൽ നിന്ന് ഗർഭിണിയാകുന്നു, ആ കുഞ്ഞിന് അച്ഛനില്ലാതെ വളരുന്ന ഒരു സാഹചര്യം. അത്തരത്തിലൊരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു എന്നുള്ളതാണ്. രാഹുലിന്റെ അധികാരം വെച്ച് രാഹുൽ അത് കൃത്യമായി ഉപയോഗിച്ചു. രാഹുലിന്റെ അധികാരം രാഹുലിന്റെ തൃപ്തിക്ക് വേണ്ടി അധികാരത്തിൽ അന്ധതയായി പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. രാഹുലിനെ ആ ഒരു തലങ്ങളിലേക്ക്, അല്ലെങ്കിൽ അയാളുടെ ഉള്ളിൽ ഈ പറയുന്ന ലൈംഗിക വൈകൃതം അധികാരത്തിലൂടെ അയാൾ കുറച്ചുകൂടി ഒരു ഭീകരാവസ്ഥയിലേക്ക് പോയി. ഓൾറെഡി ഉള്ള ഒരു വൈകൃതമാണ് അത്, പക്ഷെ അയാൾക്ക് അധികാരം കൂടെ കിട്ടിയപ്പോൾ അത് അയാൾ ദുരുപയോഗം ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതേപോലെ ഒരു വ്യത്യസ്തപരമായിട്ടുള്ള സ്വഭാവ രീതി, ഒരു സമയത്ത് സ്നേഹം പ്രകടിപ്പിക്കുന്നു, അതേ ആള് തന്നെ പച്ച തെറി പിടിക്കുന്നു. എങ്ങനെയാണ് ആ സ്ത്രീയുടെ ഒരു മാനസികാവസ്ഥയെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. കാരണം അത്രയും നേരം സ്നേഹത്തോടെ ഇരിക്കുന്ന ആൾ പെട്ടെന്ന് അവരെ ഒരു വേശ്യ എന്ന രീതിയിലേക്കാണ് മുദ്രകുത്തി പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു മനുഷ്യനോട് അവർക്കൊരു ദേഷ്യം തോന്നുന്നതിൽ ഒരു തെറ്റും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതേപോലെ തന്നെ ഈ ഒരു കേസിന്റെ ബാക്കി വിശദാംശങ്ങൾ നമ്മൾ അറിയുന്ന സമയത്ത് ഈ ഒരു മനുഷ്യനെ, ഞാൻ നേരത്തെ പറഞ്ഞ ഇയാളെ ഒരു പഠന വിഷയമാക്കണം. ഒരു സൈക്കോളജിസ്റ്റ് ആണെങ്കിലും സൈക്കോളജി തലങ്ങളിലാണെങ്കിലും ഇങ്ങനെ ഒരു മനസ്സിന്റെ, അല്ലെങ്കിൽ മനുഷ്യന്റെ ഒരു മാനസിക അവസ്ഥ, ഈ ഒരു അവസ്ഥ തലങ്ങളെ കൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇയാളെ ഒരു പഠനോപകരണമാക്കണമെന്ന് വേണം നമുക്ക് പറയാൻ.